ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. അനുദിനം തിരുവചനത്തിൽ നിന്ന് പ്രാപിച്ച് അനുഗ്രഹത്തോടെ മുന്നേറുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യം വായിക്കുന്നു. എഫേസ്യർ 5:14. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. നിഗ്രഹിക്കപ്പെട്ട ഈ തിരുവചനത്തിൻ്റെ നന്മകൾ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായി തീരട്ടെ. ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ക്രിസ്തു നമ്മുടെ മീതെ പ്രകാശിക്കുവാനിടയായി തീരണം. ആമേൻ. ഈ 2025 ഡിസംബർ മാസത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുമ്പോൾ ഓരോ ദിവസങ്ങളിലും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളും അനുഗ്രഹങ്ങളും വിടുതലുകളും ഓർത്തോർത്ത് നന്ദി ചൊല്ലുവാൻ ഈ വർഷത്തിൻ്റെ അവസാനത്തെ മാസവും ദിവസങ്ങളും മുഖാന്തരമായി തീരട്ടെ. പ്രിയരെ, എഫേസ്യ ലേഖനത്തിനകത്ത് അപ്പോസ്തലൻ സഭയോട് പറയുകയാണ്, ക്രിസ്തു നിങ്ങളിൽ പ്രകാശിക്കണം. അന്ധകാരത്തിൻ്റെ കട്ടി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പാപത്തിൻ്റെ ശക്തികൾ ഫണം വിടർത്തിയാടി ആരെയും തകർത്ത് കളയേണ്ടതിന്, യൗവനക്കാരെ വശീകരിക്കേണ്ടതിന് വ്യത്യസ്തമായ നിലകളിൽ ഇരുള് ആധിപത്യം നടത്തുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ വാക്യത്തിൻ്റെ പ്രസക്തി വളരെയാണ്. ക്രിസ്തു സഭ പ്രകാശമയമായി തീരണം. അന്ധകാരം കൊണ്ട് മൂടിക്കൊണ്ടിരിക്കുന്ന ഈ തലമുറയിൽ ഒരിത്തിരി വെട്ടം പരത്തേണ്ടതിന്, വഴി കാണിക്കേണ്ടതിന്, മാർഗദർശികളായി തീരേണ്ടതിന് ഓരോ ദൈവവൈതലിൻ്റെയും ജീവിതം കാരണമായി തീരണം. ആത്മഹത്യകൾ പെരുകുന്നു. മദ്യപിച്ച് വാഹനമോടിയുള്ള അപകടങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. കുടുംബ തകർച്ചകളും രക്തച്ചൊരിച്ചിലുകളും അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന വാർത്തകൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇരുളിൻ്റെ കട്ടി കൂടുകയാണ്. ഇവിടെയാണ് ഈ വാക്യത്തിൻ്റെ പ്രസക്തി ഏറുന്നത്. ഈ വചനം നമ്മളോട് സംസാരിക്കുകയാണ്, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. എപ്പോഴാണെന്നറിയാമോ? ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം. ഒരു കൂട്ടം കാര്യങ്ങളാണ് ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. ഉറങ്ങുന്നവനെ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. വാസ്തവത്തിൽ ഭൗതികമായി രാത്രി കണ്ണടച്ചുറങ്ങുന്ന കാര്യത്തെ അല്ല എഫേസ്യ സഭയോട് ചൂണ്ടിക്കാണിക്കുന്നത്. സഭ അല്ലെങ്കിൽ സഭയ്ക്കകത്തുള്ള ഒരു ചെറിയ കൂട്ടമെങ്കിലും ഉണർവിൽ നിന്ന് വഴുതി മാറി ആത്മിക ഉറക്കത്തിലേക്ക് പതുക്കെ പതുക്കെ മയങ്ങി വീഴുവാനിടയായി തീർന്നു. നമുക്കറിയാം, സമൂഹത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ആത്മികരുടെ ഇടയിലും തകലപൊക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. എന്തെല്ലാം തിന്മകൾ സമൂഹത്തിലുണ്ടോ അത് മുഴുവനും പ്രാർത്ഥിക്കുന്നവരുടെ ഇടയിലേക്കും പുതിയ നിയമ സഭയ്ക്കകത്തേക്കും വ്യത്യസ്തമായ നിലയിൽ ക്യാൻസർ പോലെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പതുക്കെ 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 ഉണർന്നിരുന്നവർ ഉറങ്ങാനായി തുടങ്ങി. അങ്ങനെ ആത്മിക ഉറക്കം സംഭവിച്ചു പോയ പുതിയ നിയമസഭയിലുള്ള ചിലർക്ക് നേരെ വിരല് ചൂണ്ടിയിട്ട് പറയുകയാണ്, ഉണരുക. ഈ പ്രഭാതത്തിൽ പ്രിയരെ, ഉണർത്തുവാൻ ശ്രമിക്കുന്ന പരിശുദ്ധയാത്മാവിന്റെ ശബ്ദം വേർതിരിച്ചറിയേണ്ടതിന് ദൈവം നമ്മുടെ കാതുകളെ തുറക്കട്ടെ.
ഉണരുക, ഉണരുക, ഉണരുക. വാസ്തവത്തിൽ ആത്മീയ ഉറക്കം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നിടത്തോളം കാലം ഒഴുക്കിനനുസരിച്ച് നാം മുൻപിലോട്ട് പോയിക്കൊണ്ടിരിക്കും. പാരമ്പര്യത്തിനനുസരിച്ച് നാം മുൻപിലോട്ട് പോയിക്കൊണ്ടിരിക്കും. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ ഉറങ്ങിപ്പോയവൻ പതുക്കെ 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 ആരുടെ കൂട്ടത്തിലായി എന്നറിയാമോ? മരിച്ചവരുടെ ലിസ്റ്റിനകത്ത് ഇടം പിടിക്കുവാനിടയായി തീർന്നു. കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്ന അനുഭവം കുറഞ്ഞ്, തിരുവചന ധ്യാനത്തിനുള്ള സമയം കുറഞ്ഞ്, ആത്മിക ശുശ്രൂഷയുടെ ഭാഗമായി തീരുന്നതിനുള്ള എരിവ് കുറഞ്ഞ്, പതുക്കെ പതുക്കെ പ്രിയരെ ആത്മിക ഉറക്കം നമ്മളിൽ വ്യാപരിക്കുവാൻ തുടങ്ങിയാൽ ഈ വാക്യം എഴുതിയിരിക്കുകയാണ്, ആ ഉറക്കം ആത്മിക ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുമെന്നല്ല, പതുക്കെ പതുക്കെ ആത്മികമായി മരിച്ചവരുടെ ഇടയിൽ എത്തപ്പെടുവാൻ സാധ്യതയുണ്ട്. ആത്മിക ഉറക്കം മരണകരമായ ആത്മിക അനുഭവങ്ങളിലേക്ക് ഒരു ദൈവവൈതലിനെ കൊണ്ടുചെന്നെത്തിക്കുവാൻ ഇടയുണ്ട്. എന്നാൽ ഒരു ദൈവവൈതലിന്റെ ജീവിതം അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. മനസ്സുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ, കണ്ണുനീരോടെ അനുതാപത്തോടെ മടങ്ങി വരുവാൻ മനസ്സുണ്ടെങ്കിൽ നിശ്ചയമായും എഴുന്നേൽക്കാനുള്ള അവസരം ഈ വർഷത്തിൻ്റെ അവസാനത്തെ മാസവും ദൈവം നമുക്ക് നൽകി തന്നിരിക്കുകയാണ്. ഏതൊക്കെ മേഖലകളിലാണ് നാം എഴുന്നേൽക്കേണ്ടത് എന്ന് നിശ്ചയമായിട്ടും മറ്റാരെങ്കിലും ഓർപ്പിക്കുന്നതിനേക്കാൾ നമുക്ക് ബോധ്യമുണ്ട്. 2, പരിശുദ്ധാത്മാവ് അനുദിനം നമ്മോട് ഇടപെടുന്നുണ്ട്. ഈ സന്ദേശം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ജീവിതയാത്രയിൽ, ആത്മിക ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ പൊടി കുടഞ്ഞും കളഞ്ഞിട്ട് എഴുന്നേൽക്കാൻ കൊതിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ ഇത് നിങ്ങളുടെ വിടുതലിന്, നന്മയ്ക്ക്, അനുഗ്രഹത്തിന്, മടങ്ങി വരവിന് കാരണമായി തീരുകയാണ്. എരിഹോവിലൂടെ കടന്നു പോകുമ്പോൾ തിമായിയുടെ മകനായ ബർഥിമായി തിരുവചനം പറയുന്നത് പുതപ്പിട്ടും കൊണ്ട് ചാടി എഴുന്നേൽക്കുവാനിടയായി തീർന്നു. എല്ലാ സമയങ്ങളിലും എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രവൃത്തിയാണ്. ചിലത് ചെയ്യുവാൻ, യേശുവിൻ്റെ അടുക്കലേക്ക് വരുവാൻ, യേശുവിനോട് ചേർന്ന് നിൽക്കുവാൻ, യേശുവിൻ്റെ കരങ്ങളിൽ പിടിക്കുവാൻ, ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതിന് ഈ ദിവസങ്ങളിൽ ഹൃദയംഗമായി എഴുന്നേൽക്കാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? നിശ്ചയമായിട്ടും വിടുതലുകളുടെ ദിനങ്ങളെ ദൈവം നമ്മുടെ മുൻപിൽ ഒരുക്കിത്തരും. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന്. ആത്മിക ഉറക്കം പതുക്കെ 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 ഒരാത്മികനെ ആത്മിക മരണത്തിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചു. ഉപദേശം എന്ന വണ്ണം അപ്പോസ്തലൻ പറയുകയാണ്, ആ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാൻ. ഇനി അവിടെ കിടക്കരുത്, ഇനി അവിടെ തുടരരുത്, ഇനിയും പഴയ പോലെ തന്നെ ജീവിക്കരുത്. എഴുന്നേൽക്കാം. ഒന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കാമോ? യേശുവിനോട് ചേർന്ന് നിൽക്കാൻ മനസ്സുണ്ടോ? എന്നാൽ അടുത്ത പദം പറയുന്നു, എന്നാൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റാൽ. ആത്മിക ഉറക്കം എന്നേക്കുമായിട്ട് പുറത്ത് കളഞ്ഞാൽ, എന്നാൽ ക്രിസ്തു നിന്റെ മീതെ പ്രകാശിക്കുവാനിടയായി തീരും. യേശു ക്രിസ്തുവിൻ്റെ പ്രകാശകിരണങ്ങൾ നമ്മിൽ തട്ടി ഈ ലോകത്തെ അന്ധകാരത്തിൻ്റെ പിടിയിൽ നിന്ന് വിടുവിക്കേണ്ടതിന് പ്രകാശഗോളങ്ങളായി തീരാൻ ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മെ വിളിക്കുകയാണ്. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? കഴിഞ്ഞ പല നാളുകൾ എഴുന്നേൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിന് കഴിയാതെ
പല പ്രതിസന്ധികൾക്കകത്തും പാപങ്ങൾക്കകത്തും പിശാച് തളച്ചിട്ടെങ്കിൽ ഈ ദിവസം എഴുന്നേൽക്കാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ നിശ്ചയമായിട്ടും കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന കർത്താവിൻ്റെ കരം വെളിപ്പെടും. എന്തിനാ എഴുന്നേൽക്കേണ്ടത്? ക്രിസ്തു നമ്മുടെ മീതെ പ്രകാശിക്കണം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? അന്ധകാരത്തിൻ്റെ ശക്തികൾ കൂട്ടത്തോടെ പരാജയപ്പെട്ടോടി മറയുന്ന നിഗ്രഹിക്കപ്പെട്ട പ്രഭാതമായി തീരട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ബലമുള്ള ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കേണ്ടതിന് ദൈവത്തിൻ്റെ ശക്തിയും സാന്നിധ്യവും ഓരോരുത്തരുടെയും ഇത് പകരുന്നത് കൊണ്ട് നന്ദി. പൊന്നുകരങ്ങളിൽ വഹിക്കുന്ന നന്മകളെ കൊടുക്കും, അത്ഭുതകരങ്ങളിൽ താങ്ങും. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എഴുന്നേൽക്കാൻ തക്ക നിലയിൽ ഈ ദിവസം പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് ഈ സന്ദേശം അനുഗ്രഹമായിരുന്നെങ്കിൽ മറ്റുള്ളവർക്കും ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. തിരുവചനം കേട്ടവരും വിടുവിക്കപ്പെടട്ടെ. ആമേൻ, ആമേൻ.